ത്രിയേക ദൈവത്തിന് സ്തുതി. സെപ്റ്റംബർ 14 നമ്മൾ സ്ലീബ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പണ്ട് ഹേലനി രാജ്ഞി കർത്താവിനെ കുരിശ് തറച്ചതിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കുരിശ് അന്വേഷിച്ച് പോവുകയും കുരിശ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്ലീബ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിൽ പ്രഭാത നമസ്കാരത്തിനും സന്ധ്യാ നമസ്കാരത്തിനും കെംതായുടെ നമസ്കാരമായിരുന്നു ഇന്ന് വരെയും നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. അതായത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഈ ഞായറാഴ്ചകളിലെല്ലാം കെംത നമസ്കാരമാണ് പ്രഭാത നമസ്കാരത്തിന് സന്ധ്യാ നമസ്കാരത്തിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സ്ലീബ പെരുന്നാളിൻ്റെ അന്ന് മുതൽ ഈ അടുത്ത ഉയർപ്പ് വരെ സ്ലീബ നമസ്കാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രഭാത നമസ്കാരത്തിനും സന്ധ്യാ നമസ്കാരത്തിനും. അപ്പോൾ ഈ സ്ലീബ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ സെപ്റ്റംബർ 14. അതുപോലെ തന്നെ സെപ്റ്റംബർ 15 ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 1912 സെപ്റ്റംബർ 15 കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നത്. നമ്മുടെ സമീപ ഇടവകയായ, അതായത് നമ്മുടെ മാതൃ ഇടവകയായ നിറണ്ണത്തുപള്ളിയിൽ വെച്ച് 1912 സെപ്റ്റംബർ 15 കാതോലിക്കേറ്റ് പുനഃസ്ഥാപനത്തിൻ്റെ നടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ കാതോലിക്കയെ തിരഞ്ഞെടുക്കുന്നതും ആയിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ സെപ്റ്റംബർ 15 എന്നുള്ള തീയതിയും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു തീയതിയാണ്. അങ്ങനെ ഈ രണ്ട് പ്രത്യേകതകൾ വരുന്ന ആഴ്ചയാണ് ഈ ഒരു ആഴ്ച. നമ്മുടെ സഭയുടെ ആരാധന കലണ്ടർ അനുസരിച്ച് പല കാലങ്ങളുണ്ട്. അപ്പം ഈ കലണ്ടർ ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ കൂദോശീത്ത മുതലാണ്. ഈ കലണ്ടർ പ്രകാരം ഏറ്റവും ലാസ്റ്റ് കാലത്തിലേക്കാണ് നമ്മൾ ഈ സ്ലീബ പെരുന്നാളോടുകൂടി കടക്കുന്നത്. ഈ സ്ലീബ പെരുന്നാൾ മുതൽ കൂദോശീത്ത വരെയുള്ള ഞായറാഴ്ചയാണ് ഈ ഒരു സഭാ ആരാധനാ കലണ്ടറിലെ ഏറ്റവും ലാസ്റ്റത്തെ ഈ കാലഘട്ടം. അതുപോലെ സൺഡേ സ്കൂൾ ദിന കവറുകൾ തിരികെ നൽകാനുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തുക നിക്ഷേപിച്ച് നിങ്ങളുടെ വീടിന് സമീപമുള്ള അധ്യാപകരെയോ അല്ലെങ്കിൽ എന്നെയോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൂർത്തീകരിച്ച് നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ ദൈവം നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.